Extreme Demon! Yo! I flicked it for 41. What the hell? What? I couldn't get anywhere, dude. I beat it in 2 hours and 6 minutes. Let's go! Thanks for watching. Don't forget to like and subscribe. Click here to see more videos. And as always, എല്ലാവരും ജോലിയും തേടി അന്യ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ ഈ കണ്ണ് മാത്രമുണ്ട് സ്വന്തം നാട്ടിൽ ഇങ്ങനെ കിടക്കുന്നത്. അതൊരു ഭാഗ്യം തന്നെ. ഹലോ അമ്മ, പറയ്. എന്റെ കണ്ണാ, നീ മീൻ വാങ്ങാൻ പോയിട്ട് എവിടെ പോയി കിടക്കടാ? അമ്മ, എനിക്കൊരു അരമണിക്കൂർ സമയം തരി. ഞാൻ അവിടെ ചൂണ്ടിട്ടോണ്ടിരിക്കാണ്. ഈ കണ്ണനെ 2 പൊണ്ണ മീനെ നിങ്ങൾക്ക് പിടിച്ചോണ്ട് തരാം. ഇതാകുമ്പോ മൈദയുടെ പൈസ മാത്രമേ ആവുള്ളൂ. വെറുതെ എന്തിനാണ് മീൻ വാങ്ങിക്കാൻ വേണ്ടി പൈസ കൊണ്ട് കളയണ? നീ എത്ര രൂപയ്ക്ക് മൈദ വാങ്ങിച്ചി? ഞാൻ ഒരു നിങ്ങൾ തന്ന 10, 300, 400, 450, 500 രൂപയ്ക്ക് അങ്ങ് വാങ്ങിച്ചു മൈദ. ഞാൻ എത്ര രൂപയ്ക്ക് മീൻ വാങ്ങാൻ പറഞ്ഞ? 50 രൂപയ്ക്ക്. നീ കണ്ണനല്ലടാ, മുണ്ണനാ, മുണ്ണൻ. മര്യാദക്ക് മീനും ബാക്കി പൈസ നീ എന്റെ കയ്യിൽ കൊണ്ടുതരാതെ വീട്ടിൽ കയറൂല. ഇല്ല, ഞാൻ വീട്ടിൽ കയറില്ല, തിണ്ണയിലായിരിക്കും കിടത്താം. ഓ ശരി ശരി. അമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവും ചൂണ്ടിട്ട് മീൻ പിടിച്ചിട്ട് പൊരിച്ച് കഴിക്കേണ്ട സുഖം. ഉണ്ണി, ഇതെങ്ങോട്ട്? അണ്ണാ, ഞാനേ ചന്തയിൽ പോണ്. അമ്മ മീൻ വാങ്ങാൻ പറഞ്ഞു വിട്ട്. ആയി ശരി. നിനക്ക് ഫ്രഷ് മീൻ വേണോ അതോ ഐസിട്ട മീൻ വേണോ? ഫ്രഷ് മതി. എങ്കിൽ നീ ഇങ്ങോട്ട് പോര്. ഇതാണ്ട കണ്ണനോടെ ചൂണ്ടിട്ടോണ്ടിരിക്കണ്. പിന്നെ ചേച്ചി എത്ര രൂപ? 200. 200 ഉണ്ടാ? എന്നാ ആ പൈസക്ക് നീ പോയി കുറച്ച് മൈദ വാങ്ങിച്ചോട്ടുവാ. ഒരു 10-20 കിലോ മീനെങ്കിൽ നമുക്ക് ചൂണ്ടിട്ട് പിടിക്കാൻ പറ്റും. കണ്ണൻ എന്നെ കണ്ടത് എന്തായാലും നന്നായി. എത്ര നാളായി ഫ്രഷ് മീൻ കഴിച്ചിട്ട്. ആണോ ഒരു 11:30 മുമ്പ് മീൻ കിട്ടൂലേ? ഇപ്പൊ സമയം എന്തായി? ഒരു 10 മണിയായി കാണും. ഒരു 15 കിട്ടിയാ കുഴപ്പമുണ്ടോ? അണ്ണാ, ഞാൻ പോയിട്ട് ദാ വരണ്. മൈദയും ഗോതമ്പും എല്ലാം വാങ്ങിച്ചോണ്ട് വരും ഞാൻ. അണ്ണാ, 15 മീൻ കിട്ടൂന്നല്ലേ പറഞ്ഞത്? അതിപ്പോ രാത്രി ഉണ്ടല്ലോ 15. അമ്മ ഇന്ന് എന്നെ വെട്ടിക്കീറേ ഉള്ളൂ. വീട്ടിലും കേറ്റൂല. എന്നെയും കേറ്റൂല. സെയിം പിച്ച്. നീ എന്തിനാ ഇങ്ങനെ ഡെസ്പാവണത്? കണ്ണനല്ലേ കൂടെ ഉള്ളത്. നമുക്കേ ഇന്നിവിടെ അങ്ങ് കൂടാ. മീനൊക്കെ പിടിച്ചടിച്ച് പൊരിച്ച് കഴിച്ച് എങ്ങനെ അറിയണം? അതിനാദ്യം മീൻ കിട്ടണ്ടേ? ഞാൻ ഇപ്പൊ 10 കിലോ മൈദയെങ്കിലും ഇതിന് ഉരുട്ടി അങ്ങോട്ട് കൊടുത്തതാണ്. എനിക്ക് തോന്നണേ ഈ മീനെല്ലാം കൂടെ മൈദ കൊത്തിപ്പറക്കി താഴെ കൊണ്ടുപോയി പൊറോട്ട അടിക്കണം എന്നാണ്. പൊറോട്ട? അല്ല, എന്ത് ഇത്ര സമയം എടുക്കണത്? കാര്യാക്കണ്ട. കുറച്ച് കഴിഞ്ഞ് പൊറോട്ട അടിച്ച് തീർന്ന് മൈദ തേടി വീണ്ടും വരുമല്ല. അപ്പൊ നമുക്ക് പൊക്കാം മീൻ. അന്നാ സത്യം പറ, ശരിക്കും ഇവിടെ മീനുണ്ടാ? എന്റെ ഉണ്ണി, ഞാൻ ഇന്നലെ കൂടെ പിടിച്ചല്ലേ ഉള്ളതാ ഇത്ര നീളമുള്ള ഫിലോമിനയാ. ഫിലോമിനെ? ഫിലോമിന അത് സലാപ്പി, ഒരു പെണ്ണിന്റെ പേരാ. ഓ, തിലാപ്പിയ. ആ, അത് തന്നെ. പേരൊന്നും ഒരു കാര്യമില്ല. നമ്മള് മഞ്ഞപ്പൊടി മുളക് പൊടി ചവിടി അടിക്കണല്ലേ. ആ, വല്ലതും കിട്ടിയാ കൊള്ളാം. ഇവിടെ കണ്ണ അവിടെ എന്താ കുത്തിയിരുന്ന് 2 മാസം മുമ്പ് പിടിച്ചോണ്ട് പോയല്ലോ വലയിട്ട്. അച്ഛനയ്യ, ഉണ്ണിയെല്ലാം കൂടെ പരത്തി ഉണ്ണിയപ്പോ ഉണ്ടാക്കത്തേ ഉള്ളൂ. ശൈലേഷന, നിങ്ങൾ എന്തൊരു പരിപാടി കാണിച്ചത്? നമ്മുടെ നാട്ടുകാരനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കുളമില്ലാത്ത ഇവിടെ മീനില്ലാത്ത കാര്യം നിങ്ങൾ പറയാത്തത്? അതിന് നീ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. എല്ലാം ചോദിച്ചിട്ടാണോ അതൊക്കെ പറയാൻ? ഇവരെന്തൊരു പൂത്ത്. ചുണ്ണി, നമുക്ക് ഈ കുളം വേണ്ട. ഇവിടെ മീനൊന്നും ഇല്ലാത്ത നമ്മളെന്തിനും വെറുതെ ചൂണ്ടൊക്കെ ഇട്ട് നമുക്ക് അപ്പുറത്ത് തോട്ടി പോയി ടൈഗർ ഫിഷിനെ പിടിക്കാം. പറഞ്ഞോ. കല്ല കുരുത്തത്. ഈശ്വര, വീടും എത്തി. അണ്ണാ, ഞാൻ എങ്ങനെ വീട്ടിൽ കയറും മീനില്ലാതാ? ചുണ്ണി, നിന്റെ അമ്മ സൗദാമിനി ചേച്ചിയെ നിന്നെക്കാൾ എനിക്ക് നല്ലോണം അറിയാം. പുള്ളിക്കാരിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. എന്തരി മീൻ വാങ്ങാൻ തന്ന പൈസ കൊണ്ട് മൈദാമാവ് വാങ്ങിച്ചിട്ട് തോട്ടിൽ ഒഴുക്കി വിട്ടെന്ന് പറയാനാ? ഓ, അതങ്ങ് പറഞ്ഞാൽ മതി, മനസ്സിലാവും. മലയാളത്തിൽ തന്നെ പറയണം കേട്ടാ. എന്നാലും ഒരെന്നാലും ഇല്ല. കണ്ണനല്ലടാ പറയണത്. നീ പോയിട്ട് വന്നേര്. അമ്മ, മീൻ വാങ്ങാൻ തന്ന പൈസക്ക് ഞാൻ മൈദാമാവ് വാങ്ങിച്ച് തോട്ടിൽ ഒഴുക്കി വിട്ട്. ഉണ്ണി, ഇന്നല്ല നാളെ പോയിട്ട് വേണം എന്റെ തള്ളന്ന് എനിക്കടി വാങ്ങിക്കാൻ. എന്നെ വിളിക്കണം. എന്റെ ദാമുണ്ണ, നിങ്ങളെ കടയിലെ ചായ കുടിച്ചാലേ എല്ലാരും പറയാറുണ്ട്. എന്നാലും നീ പറ. ചായ കുടിച്ചാൽ 10 ദിവസം ബാത്റൂമിലാക്കാൻ താമസം. എന്തിനാ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണ? ചായ എന്ന് പറയും. ചായ ഇതിലെ പാല് പുളിച്ച് തൈരായി. എങ്കിൽ കുറച്ച് ഉപ്പിട്ട് തരാം, മോനായിട്ട് കൂടി. ഈ ഇരിക്കണ പഴംപൊരിക്ക് എന്റെ അപ്പൂപ്പന്റെ പ്രായം ഉണ്ടല്ലോ. എങ്ങനെ നിന്റെ അമ്മമ്മക്ക് കെട്ടിച്ചോറാ? ഉണ്ണിക്കുട്ട, എന്തായാലും വേണം. നീ എടുത്ത് പിണക്കോ? ഇല്ല,
പക്ഷെ എനിക്ക് ഇതിനൊരു പണക്കമുണ്ട്. നീ എന്ത് രാവിലെ ഞാൻ ഫോൺ വിളിച്ചെടുക്കാത്ത? ചൂണ്ടയും കൊണ്ട് രാവിലെ കടലിൽ പോയി സ്രാവിനെ പിടിക്കാനായിരിക്കും. എടാ ചുണ്ണിക്കുട്ട, ഈ കണ്ണാമേനെ നീ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനാടാ മുത്തേ. വനക്കളവൻ മര്യാദയ്ക്ക് ചാടിച്ചോണ്ടിരി. വരെ പൂതി. നിന്റെ പണക്കം മാറ്റാനേ നമുക്കൊരു സ്ഥലം വരെ പോയാലേ? ഞാനും കൂടെ പോരട്ടെ? പോയാലേ? ഏത് സ്ഥലം? ഒരു ഹിഡൻ സ്പോട്ട്. അരുവികളും കുരുവികളും വെള്ളത്തിന്റെ കളകളാ ശബ്ദം മാത്രമുള്ള ഒരു സ്ഥലം. അവിടെ നീ ഞാനും മാത്രം. രണ്ടും കൂടെ ആരുമില്ലാത്ത സ്ഥലത്ത് പോയി എന്തിനാ പരിപാടിയേ? കഴപ്പൂടിച്ച കളവ ഞാൻ മുട്ടാടിക്ക. പോയാലേ? എനിക്ക് സമയമൊന്നുമില്ല. വൈകുന്നേരം 6 മണിക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ളതാണ്. ഇപ്പൊ സമയം എന്തായി കാണും? 4 മണി. ഒരു 4-5 തിരിച്ചെത്തിയ കുഴപ്പമുണ്ടോ? രാവിലെ രാത്രിയാ. നീ വാടാ ചുട്ടുമണി. പോവാടാ കുട്ട. കിളവ് അങ്ങോട്ട് വരണേ. കൂടെ ചുട്ടുമണിന്ന് വിളിച്ചേ. ചുട്ടുമണി കാനാഞ്ഞ് പരിപ്പോടാ കൂടെ കൊണ്ടുപോടാ. ഞാൻ പറഞ്ഞ ജംഗ്ഷനിൽ വരും കേട്ടാ. കിളവന്റെ ഓരോ കാര്യങ്ങളും. ഈശ്വര, ഇത് എന്തരുത്? ഹിഡൻ സ്പോട്ടല്ലേ, വഴി കാണൂല. അണ്ണാ ഇത് തന്നെ സ്ഥലം. പിന്നെ ഇതല്ല സ്ഥലം അല്ലാണ്ട് ഞാൻ ഇന്നലെ കൂടെ ഒന്നല്ലേ ഉള്ളൂ. വിശ്വസിക്കാൻ എത്തിരി പാടുണ്ട്. എന്നാ ഞാൻ 2 ദിവസം മുമ്പ് വന്നതാണ്. നിങ്ങൾ പറഞ്ഞ അരുവി എവിടെ? കാണാനില്ലല്ല. അരുവി ഇപ്പിട്ട് എവിടെയോ. ഇനി അരുവി എല്ലാം കൂടെ കുരുവിയായിട്ട് പറന്ന് പോയാന്തോ. കണ്ണു എന്തായാലും വന്നതാണ്ടാ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. സ്വപ്നത്തിലായിരിക്കും. സ്വപ്നത്തിലാണെന്ന് തോന്നണം. എന്തായാലും ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. വഴി മാറിപ്പോയെന്നായിരിക്കും. അല്ലല്ല, പാമ്പിന്റെ കാര്യം ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. വന്നതാ പോട്ട്. നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള വഴിയെങ്കിലും അറിയാമോ? അതെനിക്കറിയാം. രക്ഷപ്പെട്ടു. വല്ല കാട്ടുമുഫ്മാരുണ്ടായിരുന്നു തിരിച്ചു പോണ വഴി ചോദിക്കാനും. എനിക്ക് 6 മണിക്ക് വിളക്ക് കത്തിക്കാനുള്ളതാണ്. ഈ കണ്ണാണനെ പേരിട്ടവനെ ആദ്യം അടിക്കണം. എന്തായാലും എനിക്ക് അറിയാറുന്നതാ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. അതുകൊണ്ടേ നിന്നെ കത്തിക്കാൻ ഞാൻ മെഴുകുതിരി കൊണ്ടുവന്നു. അണ്ണാ, തീപ്പെട്ടിയുണ്ട്. സമയം 10 മണിയായി. കണ്ണണ്ണ, ഞാൻ എങ്ങനെയാ വീട്ടിൽ കയറണ? ഇവിടെ നിന്റെ അമ്മ സൗദാമിനി ചേച്ചി. സൗദാമിനി ചേച്ചി ചേച്ചി പറഞ്ഞാൽ ഒന്നും കേൾക്കൂല, വിശ്വസിക്കൂല. നീ അത് വിടും. പക്ഷെ അതുപോലെയല്ല നിന്റെ അച്ഛൻ രായൻ ചേട്ടൻ. പുള്ളിക്കാരൻ തങ്കപ്പെട്ട മനുഷ്യനാണ്. കുട്ടിക്കാലത്തെ ഞാൻ കുട്ടിയായിരുന്നപ്പം എന്നെ കുറെ തോളിലേറ്റി നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്നേഹം പുള്ളിക്കാരന് കാണാതിരിക്കൂല. എന്നാലും ഒരെന്നാലും നീ ധൈര്യമായിട്ട് ചെല്ലും. ഈ കണ്ണൻ ആണല്ലോടാ പറയണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണൻ എന്ന പേര് പറഞ്ഞാൽ രായൻ ചേട്ടന് മനസ്സിലാവും കേട്ടോ. അച്ഛാ, ഒരച്ഛനും അമകനും തമ്മിലുള്ള സ്നേഹബന്ധം എനിക്കിപ്പോ നേരിൽ കാണാൻ പറ്റും. ദൈവമേ, അങ്ങ് വലിയവനാണ്. അച്ഛാ, എവിടെ പോയി കിടക്കിയിരുന്നടാ കള്ള നായിന്റെ മോനെ? പണ്ട് അച്ഛൻ തോളിലേറ്റ് നടന്ന കണ്ണണ്ണന്റെ കൂടെ ഹിഡൻ സ്പോട്ട് കാണാൻ പോയിരുന്നു. അവന്റെ ഒരു ഹിഡൻ സ്പോട്ട്. ആ പട്ടിയെ പണ്ട് തോളിലേറ്റ് നടന്നപ്പോഴാണ് അവന്റെ പുറത്ത് അപ്പിയിട്ട് തന്നത്. അതിനുശേഷമാണ് എനിക്ക് അപ്പിരായനെന്ന പേര് വീണത്. എന്തായാലും അച്ഛനൊരു പുതിയ പേര് കിട്ടിയില്ലേ? എടാ, അടിക്കല്ലേ അച്ഛാ. അടിക്കല്ലേ. അയ്യോ അച്ഛാ, അച്ഛാ അടിക്കല്ലേ. എടാ, നിന്നെ പിടിച്ച് ഞാൻ ഉമ്മ വെക്കാടാ. കണ്ണണ്ണ ഓടി വന്ന രക്ഷിക്കണ്ണ.